Hello guys, welcome back to my YouTube channel, Back Calvo. Feel the heat, the flames arise in this kitchen where flavors surprise. Chop the garlic, dance with the zest. The Calvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Back Stirring love in Calvo. every pot and pan. The Calvo vibes, come join the clan. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ പരിപാടി ജാപ്പനീസ് ഫുഡാണ്. കിങ് പ്രൗൺ കട്സു കറി, ചിക്കൻ കട്സു കറി, പിന്നെ എൻ്റെ സ്പെഷ്യൽ ചില്ലി സോസ്. കിങ് പ്രൗൺസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവനെ നന്നായിട്ട് ക്ലീൻ ചെയ്യണു, കുറച്ച് ഉപ്പിടണു, അതിനുശേഷം നമ്മളവനെ എഗ്ഗിൽ മുക്കണു, അതിനുശേഷം നമ്മൾ എന്തിനു ചെയ്യുന്ന ഫ്ലേവറിൽ മുക്കുന്നു, പിന്നെ ബീറിൽ അങ്ങനെ മുക്കിയാണ്ടല്ലോ അങ്ങനെ ക്രഞ്ചായിട്ട് വരും. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കുന്നു, ഫ്രൈ ചെയ്യുന്നു. പപ്പേട്ടൻ്റെ പെടാ ക്ലീൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ തല ഇതിങ്ങനെ അങ്ങോട്ട് ഊരി കളയുക. തല ഇഷ്ടമുള്ളവർ കഴിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കണ്ട. ഈ സെൽഫിഷ് എന്ന് പറയുന്നത് ഭയങ്കര റിസ്കി സാധനമാണെന്നാണ് എല്ലാവരും പറയുക. കാരണം ഇതിന് അലർജി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ ഗുയ്സ്. അപ്പോൾ നമ്മൾ ഈ വാല് ഇത് കളയുന്നില്ല, ഇത് ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള അവൻ്റെ തൊലിയാണ് അങ്ങനെ പൊളിച്ചെടുക്കണേ. വളരെ സിമ്പിളായിട്ട് കിട്ടും കണ്ടാ. അപ്പോൾ ഈ ബേസിക്കലി കട്സു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജാപ്പനീസ് ഫുഡ് ഐറ്റാണ്. അപ്പോൾ ഈ കട്സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ജാപ്പനീസിൽ കട്സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കട്ട്ലൈറ്റിനൊക്കെ പറയുന്നതാണ് കട്സു എന്ന്. അപ്പോൾ അതാണ് നമ്മളിന്ന് പിടയ്ക്കാൻ പോണേ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്യുക. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിൻ്റെ ഈ സെൻറ്ററിൽ ഒരു വര വയ്ക്കുന്നുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് സാധനം ഉണ്ട്, നമ്മൾ എടുത്ത് കളയണം, അല്ലെങ്കിൽ കയപ്പ് അനുഭവപ്പെടും കണ്ട. അപ്പം ഇത് സൂക്ഷിച്ചിങ്ങനെ എടുക്കുക, കളയുക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൂടി ഉണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഉപ്പിടണം. അപ്പോൾ കുറച്ച് ഉപ്പ്, ഇതിലും കുറച്ച് ഉപ്പ്. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് സോയ സോസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടോപ്പിൽ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുകയാണ്. അപ്പം അടുത്ത് നമ്മുടെ ചിക്കൻ അങ്ങനെ എടുക്കുക, ഒന്ന് വരഞ്ഞു കൊടുക്കുക. ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത റെസ്റ്റോറൻറ്റ് ടൊൻകൊട്സു എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. അതൊരു ജാപ്പനീസ് റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്നാണ് നമ്മളിതൊക്കെ പഠിച്ചത്. പക്ഷെ ഞാൻ അവിടെ ബാക്ക് ഓഫീസ് ആയിരുന്നില്ല, ഞാനവിടെ ഫ്രണ്ട് ഓഫ് സ്റ്റാഫായിരുന്നു. പക്ഷേ ഈ മാനേജർ ട്രെയിനിങ് തരുന്ന സമയത്ത് അവർ നമ്മളെ ബാക്ക് കിച്ചണും കൂടിയും പഠിപ്പിച്ചു തരും. അതായത് ഒരു ബേസിക് ധാരണ കിട്ടാം അവിടെ എന്തിട്ട് നടക്കണേ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ ഒപ്പം ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റൈസ് ഉണ്ടാക്കണം. നമ്മൾ കട്സു കറിയാണ് ഉണ്ടാക്കണേ. കറി ഉണ്ടാക്കണം, റൈസ് ഉണ്ടാക്കണം. എന്നിട്ട് ഇത് രണ്ട് ഫ്രൈ ചെയ്യുന്നു, സെറ്റാക്കുന്നു. ഓക്കെ, റൈസ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജാസ്മിൻ റൈസാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ബേസിക്കലി വൈറ്റ് റൈസാണ്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുക. അതാണ് കട്സു കറിയിൽ വരിക. റൈസ്, കറി, പിന്നെ എന്ത് കട്സ് ആണോ യൂസ് ചെയ്യുന്നത്, ചിക്കനാ ബീഫാ എന്ത് വേണമെങ്കിൽ ആവാം. നോർമലി പ്രൗൺ കട്സു അതേപോലെ ചിക്കൻ കട്സു ആണ് ഭയങ്കര ഫേമസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കണം, റൈസ് സെറ്റ് ചെയ്യണം. പെട്ട നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത്
കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അത് എന്തിനു ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈം ജ്യൂസ് ഒഴിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മുടെ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് നമുക്ക് വേണ്ടത് ക്യാരറ്റ്, ഒനിയൻ, പിന്നെ സ്പ്രിംഗ് ഒനിയൻസ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുക. ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 ക്യാരറ്റാണ് ഞാൻ എടുത്തത്. നമ്മൾ കറി അധികം ഉണ്ടാക്കണില്ല, ആവശ്യത്തിന്. അപ്പം ഇനി ഒനിയൻ. ഓക്കെ, ക്യാരറ്റ് വട്ടൻ്റെ അരിയ, റൗണ്ടിലരിയ. ഞങ്ങൾ പ്രൊഫഷണൽസ് അങ്ങനെ റൗണ്ടിലരിയുള്ളൂ, എന്താ ചെയ്യാ. അപ്പോൾ ഒനിയൻ റെഡി. ഇനി വേണ്ടത് സ്പ്രിംഗ് ഒനിയൻ. ഓക്കെ, എന്തെന്ന് പറ്റിയേ സീനാട്ടന്ന്. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻസ്, നമ്മുടെ വെജിറ്റബിൾ എല്ലാ സാധനങ്ങളും നമ്മൾ കട്ട് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ എവിടെ നിന്ന് വാങ്ങിച്ച അൽദി, നമ്മുടെ അൽദി എന്ന് വെച്ചാൽ കട്സു, ചിക്കൻ കട്സുവിൻ്റെ മിക്സാണ്. അപ്പോൾ നമ്മൾ എന്തിനു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം തിളപ്പിക്കണം, അതിൽ നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം ഇടുന്നു. ഒന്ന് സെറ്റായി വരുമ്പോൾ, ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഈ പൊടി ചേർക്കുന്നു, ആവശ്യത്തിന് ഉപ്പും മുളകും ഇടുന്നു. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അത് നല്ല തിക്ക് ഗ്രേവി വരുമ്പോൾ നമ്മുടെ കട്സു കറി റെഡി. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇടുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഇവനൊന്ന് വഴണ്ട് വരുന്ന വരെ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് സൈസായിട്ട് വന്നിട്ടുണ്ടാകാൻ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അവനങ്ങനെ എടുക്കുക. ഈ മിക്സ്, അപ്പോൾ ഗൈസ് ഈ മിക്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് 2 സംഭവങ്ങളാണ് കിട്ടുക. ഒരെണ്ണം ഈ പിക്കിൾ പൗഡർ എന്ന് പറഞ്ഞൊരു ഐറ്റും, പിന്നെ ഒരെണ്ണം കറി പേസ്റ്റും, കട്സു കറി പേസ്റ്റാണിത്. നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗഡർ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം ഒന്ന് മിക്സായി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ പേസ്റ്റ് ഇടണം. അപ്പോൾ കറി സെറ്റ്. ഓക്കെ, അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്സു കറിയുടെ പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ look at this, സംഭവം സെറ്റായിട്ടുണ്ട്. കളറുണ്ടോ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കറിയുടെ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇവ റെഡി. ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ചില്ലി സോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൻജോ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നത് ഗാർലിക്, അതേപോലെ ജിഞ്ചർ, അതേപോലെ നമ്മുടെ ഒനിയൻ ഗ്രാനുൾസ്. ഇത് ഫ്രൈഡ് ഒനിയനാണ്. അപ്പോൾ ഇതൊക്കെ ഇടണു, നമ്മളൊന്ന് വറുത്തെടുക്കണു. പിന്നെ നമ്മുടെ ഒലിവ് ഓയിൽ ഒഴിക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ഓയിൽ റെഡി. വേഗാലോ. വർക്ക് ചെയ്യണ സമയത്തേ നമ്മൾ കൊക്കാൻ പോലെ ഉണ്ടാക്കുമല്ലോ, അത് ഒരു ദിവസം ഒന്നല്ലല്ലോ, ആഴ്ചയിൽ 5 ദിവസം വർക്ക് ചെയ്യണ്ടെങ്കിൽ 5 ദിവസം പ്രപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ കൊക്കാൻ പോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഗാർലിക് എടുത്തിട്ട് അരിഞ്ഞിങ്ങനെ കൂട്ടില്ലേ, അതോ ഓർമ്മ വരിക. ഡെയിലി നിന്നിട്ട് ഇതന്നെയായിരുന്നല്ലോ പരിപാടി. അപ്പോൾ ഗാർലിക് ഒനിയനും സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഒലീവ് ഓയിലേക്ക് ഒഴിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉപ്പാണ്, പിന്നെ ഒനിയൻ ഗ്രാനുൾസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ചില്ലി പൗഡറാണ്.
കുറച്ച് ചില്ലി ഫ്ലേക്സ്, സ്പൈസി ആയിരിക്കും, സ്പൈസി. പിന്നെ കുറച്ച് പാപ്രിക്ക, കളറിന് വേണ്ടിയിട്ടാണ്. ഇത് വലിയ എരിവൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്യുക, ഒന്ന് ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിലത്തെ മുളക് എടുത്ത് അടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു, സെറ്റ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിലുള്ള വലിയ മുളക് അവനൊന്ന് ചൂടാക്കിയിട്ടില്ല. അതാ ഓക്കെ ബോയ്സ്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവൻ. നമ്മളിവനെ മിക്സിയിലിട്ടെന്ന് ഒരു പൂശണം. ഓക്കെ, അപ്പം ഗൈസ് ആ സെയിം പാനിലേക്ക് നമ്മുടെ ഗാർലിക്കും ഇത് ഓൾമോസ്റ്റ് ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച മിക്സ് ഓക്കെ സെറ്റല്ലേ. ഇവന് ഇത്തിരി സോസ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തിട്ട് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഒരു 2 അടി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി സോസ് റെഡി. പിന്നെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാൻ മറക്കരുത്. ഗൈസ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ മിക്സിയിലിട്ട് ഒറ്റടി നമ്മുടെ ചില്ലി സോസ് റെഡി മണി. ഗൈസ് നമ്മുടെ സോസ് നോക്കിയേ, സെറ്റായി വന്നിട്ടുണ്ടാവാൻ. അപ്പോൾ ഗൈസ് നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, കുറച്ച് എഗ്ഗ്, അതേപോലെ ഫ്ലവർ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബിയറാണ്. അപ്പോൾ ഞാനിത് ലാഗറാണ് എടുക്കണേ. കുറച്ച് ബിയർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ എടുക്കാം. നമ്മൾ നേരെ ബിയറിൽ മുക്കണു. ബിയറിൽ മുക്കി നമ്മൾ നേരെ ഫ്ലവറിൽ മുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നേരെ എഗ്ഗിൽ മുക്കുന്നു. കളർ നോക്കിയ. എന്നിട്ട് നേരെ ബ്രെഡ് ക്രംസിൽ മുക്കുന്നു. കുറച്ചിങ്ങനെ കോരിക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ട് വരും. എല്ലാ സ്ഥലത്തും പിടിക്കണ പോലെ നല്ല കണ്ട 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 ഓക്കെ. എന്തൊരു സാധനം നൈസായിട്ട്. ഏയ് ബിയറിന് ടേസ്റ്റ് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ ബിയർ അത് നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബിയറിൽ വെക്കണേ. പിന്നെ എന്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയില്ലേ നമ്മൾ ബിയറിൽ മുക്കിയ സാധനം ഞാൻ കഴിക്കില്ല, അതായത് ആൽക്കഹോൾ കഴിക്കാത്ത ആൾക്കാർ ബേസിക്കലി അവർക്കിത് കഴിക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ടെമ്പറേച്ചറിന് മുകളിലാണല്ലോ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ അതിന് പോവും. എല്ലാ ആൽക്കഹോൾ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. പ്രൗൺസ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഫ്രൈ ആക്കാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം ചിക്കൻ എടുത്ത് പട്ടയ്ക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. നമ്മൾ 2 സൈഡും നന്നായിട്ട് മറച്ചിട്ട് ഈ ഒരു കളറായിട്ടുണ്ട്. ഒരു സെറ്റായിട്ടുണ്ട്. നമുക്കപ്പോൾ പിന്നെ എടുക്കാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് പ്രൗൺസ് ആണ്. നമ്മൾ വേറെ ഓയിലൊന്നും എടുക്കണില്ല, അതിൽ തന്നെയാണ് പടയ്ക്കണേ. ഗൈസ് നമ്മൾ പ്രൗൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ആഹാ സെറ്റ് ഇതായിട്ടുണ്ട്. നമ്മളിത് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ റൈസ്
അതേപോലെ നമ്മുടെ കട്സു കറി, കിങ് പ്രൗൺ, നമ്മുടെ ചില്ലി സോസ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഗാർണിഷിങ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ലെമൺ ഓൺ ദ സൈഡ്, അതേപോലെ കുറച്ച് സ്പ്രിങ് ഒനിയൻ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ റെഡ് ചില്ലി ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കിങ് പ്രോൺസ് ഇങ്ങനെ വെക്കുന്നു. സൗണ്ട് കേട്ടോ, സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട്സും എങ്ങനെയാണ് ഗാർണിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ 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 വെക്കണം. ലെമൺ, സ്പ്രിങ് ഒനിയൻസ്, പിന്നെ വേണ്ടതെന്നിട്ടാ മാക്ക് ഔട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ചിക്കൻ കട്ട്സ് റെഡി റെഡി. ഓക്കെ, അതുപോലെ നമ്മൾ കുറച്ച് വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ചില്ലി സോസിൽ മാത്രം നമുക്ക് കഴിക്കാനാണ്. ഓക്കെ, അപ്പോൾ സെറ്റ്. Oh, Kovu is here, bring that fiery beat. Chop it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Oh, Kovu, lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Join the rhythm, let the good times flow. സോസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കാം. മായി മഞ്ജരി ഇവിടെ ഉണ്ട്. കമോൺ, ലെറ്റ്സ് ടേസ്റ്റ്. നല്ല കളർഫുൾ ആയിട്ടല്ലേ? നാട്ടിലെ ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ, പതപ്പിച്ചിട്ട് കുടിക്കരുത്. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ റിയൽ ആയിട്ട് നമ്മളിത് പതപ്പിച്ചിട്ടാ കുടിക്കുക ബീർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം അതിന് എപ്പോഴും ടോപ്പ് വേണം നമ്മൾ ഒഴിക്കുമ്പോൾ. അപ്പോൾ cheers. എന്നിട്ട് നോക്കിയാ എന്താ ക്രഞ്ചി സൗണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? ചില്ലി സോസ് എങ്ങനെയുണ്ട്? ഇഷ്ടമായ? ഓ, ഇത് ടൊൺകുട്സിൽ വർക്ക് ചെയ്യുമ്പോൾ അടിപൊളി സോസ് കിട്ടും. ആ സാധനമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിലാ കൂടി കുറച്ച് സെസമ ഇല്ല, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. സൂപ്പറാ അല്ലേ? പടകി സെറ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പ്രോൺസിൻ്റെ ഒരു പീസ് ഇങ്ങനെ മുക്കിയിട്ട് കണ്ട ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ കടിക്കാനുള്ളതുണ്ടല്ലോ, അത് കിട്ടണം. കണ്ട ഇതിണ്ട്. ഓ, സൂപ്പർ. ഹലോ, സൂപ്പർ. അപ്പൊ ഗോയ്സ്, അടുത്തായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോണത് മായാണ്. ടേസ്റ്റ് ചെയ്യൂ. ചിക്കനാണോ ടേസ്റ്റ് ചെയ്യണം? ചിക്കൻ മടക്കി മുക്കേട് നന്നായിട്ട് മുങ്ങട്ടെ. ഓട്ടാട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ചില്ലി സോസ് സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. സൂപ്പർ സോസ് സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യണം അല്ലേ? ഉണ്ടാക്കണം, ഈസിയാണ്, നല്ല നല്ല ടേസ്റ്റ് ആണ്. രക്ഷയില്ലാത്ത ടേസ്റ്റ്. എന്നിട്ട് അവിടെ വരുന്ന എല്ലാ കസ്റ്റമർ ഉണ്ടല്ലോ, അവര് ഈ ചില്ലി സോസ് ഇങ്ങനെ കാണുമ്പോൾ
ഇതിന് നമ്മൾ ചില്ലി ഫ്ലേക്സ് മുകളിൽ എടുക്കല്ലേ, ആ ആ ആ അവർ വിചാരിക്കും ഇത് ഭയങ്കര സ്പൈസി സ്പൈസിയാണ്, അവർ കഴിക്കില്ല. അപ്പം ഞാൻ അവരോട് പോയിട്ട് പറയും ആ സാധനങ്ങൾ മസ്റ്റ് ട്രൈ ആണ്, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തരുമൊന്നുമില്ല, പക്ഷെ അത് അടിപൊളിയാണ്, ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ. ഭയങ്കര അഭിപ്രായം. ഭയങ്കര സ്പൈസി നമുക്ക് കാണുമ്പോൾ തോന്നും. ആ ഇത് കാണുമ്പോ സ്പൈസി. ആ അപ്പൊ ഗായ്സ് ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി ബക്കാലോ ടീം വീണ്ടും വരും. അപ്പോ ടീം ബക്കാലോ. സോസ് 100% വിജയം കണ്ടു അല്ലേ? ഇതുപോലെ വന്നില്ലേ, കളറും ടേസ്റ്റും എല്ലാം. എങ്ങനെയാണ് എങ്ങനെ പഠിക്കണ? അപ്പോൾ ഗൈസ് ഇവിടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ഇരിക്കല്ലേ